ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ ജീവനോടെ കിണറ്റിലിട്ട് കൊന്നു. ഇന്ന് രാവിലെയാണ് ഈ ദുഃഖകരമായ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ബാലരാമപുരം കോട്ടുകാൽക്കോണത്താണ് ഈ സംഭവം. ശ്രീജിത്ത് ശ്രീധു ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് 2.5 വയസ്സായ ദേവേന്ദു. ആ കുട്ടി ഇന്ന് വെളുപ്പിനെ 5:30 മണിക്ക് കരഞ്ഞതായിട്ട് അമ്മൂമ്മ പറയുന്നു. രാവിലെ കുട്ടിയെ കാണാതെ പോയി എന്ന് പറഞ്ഞൊരു പരാതി പോലീസിലെത്തി. നാട്ടുകാരെല്ലാം ഓടിക്കൂടി. പോലീസ് വന്നു, വീട് മുഴുവൻ പരിശോധിച്ചു. CCTV ദൃശ്യത്തിലൊക്കെ നോക്കി. വീട്ടിലേക്ക് ആരും വന്നുമില്ല, കുട്ടിയെ കൊണ്ടുപോയിട്ടുമില്ല. വീടിനോട് ചേർന്നുള്ള ഒരു കിണറുണ്ട്, അരപ്പിത്തി കിട്ടിയിട്ടുണ്ട്. അവിടെ നോക്കി. ഫയർഫോഴ്സ് വന്ന് ആ 2.5 വയസ്സുകാരി കുട്ടിയെ ആ കിണറ്റിനകത്തുനിന്ന് ലഭിച്ചു. കുട്ടി മരിച്ചിരിക്കുന്നു. ഏതായാലും കുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടിയിലേക്ക് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി മെഡിക്കൽ കോളേജിൽ അയച്ചു. ആ വീട്ടിലെ താമസിച്ചിരുന്നവര് സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടിലാണ്. കഴിഞ്ഞ ദിവസം കുടുംബ വഴക്കിനെ തുറന്നാണെന്ന് തോന്നുന്നു ഒരു പരാതി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ കിട്ടി. 30 ലക്ഷം രൂപ കാണാനില്ല എന്ന്. കാരണം അവരിപ്പോൾ താമസിക്കുന്ന പരിസ്ഥിതിയും അവരുടെ മൊത്തം നോക്കിയപ്പം 30 ലക്ഷം വരാനുള്ള വരുമാന മാർഗമൊന്നും അവർക്കില്ല. എങ്കിലും അങ്ങനെ ഒരു പരാതി ലഭിച്ചിരിക്കുന്നു ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ. അതിനോടനുബന്ധിച്ച് തന്നെ ഈ കുട്ടിയുടെ മരണം അതൊരു കൊലപാതകം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. കുട്ടി വെളുപ്പിനെ 5:30 കരഞ്ഞു. ആരും കുട്ടിയെ കടത്തിക്കൊണ്ടുപോയിട്ടില്ല. ആ വീട്ടിലുള്ളവര് ഒരാള് ആണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. കുട്ടിയെ ജീവനോടെ കിണറ്റിലിടുകയോ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടിടുകയോ ചെയ്തിട്ടുണ്ടാവണം. കുട്ടി കരഞ്ഞു എന്ന് പറയുമ്പം കുട്ടി വീട്ടിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴായിരിക്കണം കരഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയുടെ കഴുത്ത് ഞെരിക്കുമ്പോഴായിരിക്കാം കരഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതൊരു മർഡർ തന്നെയാണ്. ശ്രീജിത്ത് ശ്രീധു അവർ രണ്ടുപേരും ആ വീട്ടിലുണ്ട്. അവരുടെ മൂത്ത മകള് അതും കൊച്ചുകുട്ടിയാണ്, അതും വീട്ടിലുണ്ട്. ഇളയ കുട്ടിക്കാണ് ഈ ദുര്യോഗം സംഭവിച്ചിരിക്കുന്നത്. അവിടുത്തെ ശ്രീധുവിൻ്റെ വല്യമ്മ ആ വീട്ടിലുണ്ട്. ആ ശ്രീതു എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ പിതാവ് മരിച്ചു. അതിൻ്റെ ഇന്ന് രാവിലെ 16 അടിയന്തരം 16-ാം ദിവസമാണ്. NSS ഭാരവാഹികളൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. ആ അടിയന്തരം എന്തായാലും മാറ്റിവെച്ചു. ആ വീട്ടിലെ ഒരു മുറിയിൽ അല്പം തീ കത്തി. മണ്ണെണ്ണ ഒഴിച്ച് ആരോ കത്തിച്ചാണ്. മണ്ണെണ്ണയുടെ മണമുണ്ട്. ഈ മരിച്ച കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ അവിടെയുണ്ട്. അയാൾക്ക് അല്പം മാനസിക പ്രശ്നമുണ്ട്. അയാളുടെ മുറിയാണ് കത്തിയത്. ആ വീട്ടിലെ 16 അടിയന്തരമായപ്പം ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആള് ആ വീട്ടിൽ വന്നിട്ടുണ്ട്. അയാളും ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മായിയപ്പൻ്റെ മരണത്തിൽ വന്നതാണ് അയാൾ. ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്, ശ്രീതു എന്ന സ്ത്രീ രാവിലെ മൂത്ത കൊച്ചിനെ ബാത്റൂമിൽ കക്കൂസി കൊണ്ടുപോയി. ആ സമയത്ത് ഇളയ കൊച്ചിനെ ഭർത്താവിൻ്റെ അടുത്ത് കിടത്തിയിട്ടാണ് പോയത് എന്നവർ പറയുന്നു. ആ സമയത്ത് 5:30 മണിക്ക് കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് വല്യമ്മ പറഞ്ഞ് കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുന്നെന്ന്. എന്തായാലും വളരെ ദുരൂഹമാണ്. ആ ദുരൂഹത പോലീസ് നീക്കുമെന്ന് തോന്നുന്നു. കാരണം പരസ്പര വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകളാണ് ഇപ്പം 4 പേര് കൊടുക്കുന്നത്. കുട്ടിയുടെ അമ്മ, കുട്ടിയുടെ വല്യമ്മ, അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ആ കുട്ടിയുടെ പിതാവ്, പിന്നെ അമ്മാവൻ ഹരികുമാർ തൊട്ടടുത്ത മുറിയിൽ, അയാളുടെ മുറിയിലാണ് തീ കത്തിയത്. എന്തായാലും കുട്ടിയെ കൊന്നു, ഒരു മർഡർ നടന്നിരിക്കുന്നു. ഒന്നെങ്കിൽ ജീവനോടെ കുട്ടിയെ കിണറ്റിലിട്ട് കെടുത്തിട്ടു, അല്ലെങ്കിൽ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കിണറ്റിലിട്ടു, അല്ലെ കുട്ടിയെ സ്ട്രാങ്കുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. കഴുത്ത് മുറുക്കി കൊന്ന അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോഴായിരിക്കാം കുട്ടി കരഞ്ഞത്. എന്തായാലും അതിൻ്റെ വീടിനോട് ചേർന്ന്
ഒരു ഒരു ദൃശ്യം പോലീസ് കണ്ടു. 3 പേരെ ആത്മഹത്യ ചെയ്യാനുള്ള സ്ലിപ്പിംഗ് നോട്ടോടുകൂടിയ 3 കയറ് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ 3 പേരും മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം ഈ കുട്ടിയെ അതിനു മുമ്പിൽ കൊന്നിരിക്കാം. അങ്ങനെ 4 പേര് ആ വീട്ടിൽ മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ 2 പേര്, അവരെ 2 കുട്ടികൾ 4, വല്യമ്മ 5, അവരുടെ മകൻ അല്ലെങ്കിൽ ഈ ശ്രീധുവിൻ്റെ സഹോദരൻ ഹരികുമാർ. അങ്ങനെ 6 പേര് ആ വീട്ടിലുണ്ട്. ആരാണ് 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് എന്നറിയില്ല ഇപ്പം. ഏതായാലും അവിടുത്തെ DYSPയും അവിടുത്തെ SHOയും ഇവരെ 4 പേരെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദുരൂഹത അവിടെ വന്നു, ആരാണ് ഈ കൃത്യം ചെയ്യുന്നത്. പക്ഷേ ആ കുട്ടിയുടെ അമ്മ ശ്രീതു എന്ന് പറയുന്ന സ്ത്രീ അവരോ അല്ലെങ്കിൽ വല്യമ്മയോ കിണറ്റിനടുത്ത് ഒരാൾ രൂപം നീങ്ങുന്ന കണ്ടു എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രതി അവിടെ തന്നെയുണ്ട്. കുട്ടിയുടെ മരണം കൊലപാതകം തന്നെ, അതിന് സംശയമൊന്നുമില്ല. 3 പേര് ആത്മഹത്യക്ക് ശ്രമിച്ച് അവിടെ കയറ് തൂങ്ങിക്കിടപ്പുണ്ട്, കുരുക്കിട്ട്. 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു ആരോപണം, ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നു. അത് ആരാണ് കൊടുത്തതെന്ന് വ്യക്തതയില്ല. അതേപ്പറ്റി പോലീസ് കാര്യമായിട്ട് അന്വേഷണവും നടത്തിയിട്ടില്ല. ഇവരുടെ കുടുംബ വീട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആ വീട്ടിൽ നിന്ന് മാറി ഈ വാടക വീട്ടിൽ താമസിക്കുകയാണ്. അവിടെ ഹരികുമാർ എന്നൊരാളുടെ സൗകര്യത്തിനായിരിക്കണം ഇങ്ങോട്ട് വന്നത്. ആ ചെറുപ്പക്കാരൻ അവിടുത്തെ അമ്പലത്തിൽ ഒരു പഞ്ചവാദ്യത്തിൽ ഒരു സഹായിയാണ്, അതാണ് അയാളുടെ ജോലി. ആ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ ജോലിയാണ്. അയാളും ഭാര്യയായിട്ട് പിണക്കമാണ്. ഈ അയാളുടെ ഫാദറിലോ മരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങിന് ഇവിടെ എത്തിയത്. ഇന്ന് രാവിലെ 16-ാമത്തെ ദിവസത്തെ അടിയന്തരം കഴിഞ്ഞ അയാൾ പോകും. എന്തായാലും ആ ഒരു ചെറിയ വീട്ടിനകത്ത് 2-3 മുറികളുണ്ട്. അവിടെ ആണ് ഈ 6 പേര്. ഹരികുമാർ ഒരു ചെറിയ മുറിയിൽ അയാൾ കിടക്കുന്നുണ്ട്. അയാളുടെ മുറിയിൽ നിന്ന് തീ കത്തി. അവിടെ മണ്ണെണ്ണ മണം വരുന്നുണ്ട് എന്ന് അവിടുത്തെ വിൻസെന്റ് MLA പറയുന്നുണ്ട്, നാട്ടുകാർ പറയുന്നുണ്ട്, അവിടുത്തെ NSSന്റെ ഭാരവാഹിയും പറയുന്നുണ്ട്. ആ തീ കെടുത്തിയിരിക്കുന്നു. ആരാണ് ആ തീ വെച്ചത്? അയാൾക്ക് അല്പം മാനസിക രോഗം ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഈ കേസിൽ ഞാൻ സംശയിക്കുന്നത് അമ്മാവൻ ഹരികുമാറിനെ തന്നെ. അതിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത്. പോലീസ് അതിലേക്ക് വരുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അയാളുടെ മുറിയിലെ ആ തീ കത്തിയത് കാരണം അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ തന്നെ, ഇല്ലെങ്കിൽ മൊത്തമായി എല്ലാവരും കൂടെ ആ തീ കത്തി മരണമടയാൻ വേണ്ടിയിട്ടും ആയിരിക്കാം. അതുകൊണ്ട് പോലീസ് ഹരികുമാറിലേക്ക് വരും എന്ന് ഞാൻ കരുതുന്നു. ഏകദേശം പോലീസ് ആ നിഗമനത്തിൽ എത്തിയിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നു. കാരണം അയാളുടെ കോണ്ടാക്ട് മോശമാണ്. പിന്നെ വല്യമ്മയും ആ കുട്ടിയുടെ അമ്മയും പറയുന്നത് ഒരു ആൾ രൂപം കിണറ്റിനടുത്തൂടെ മാറുന്ന കണ്ടെന്ന് പറഞ്ഞു. ആ മുറിയിലെ തീ കത്തിച്ചപ്പം ഇയാളുടെ തന്നെ കട്ടിലാണ് കത്തിയിരിക്കുന്നത്. അത് ഈ ഒരു സംഭവം അയാളിൽ നിന്ന് മറച്ചു വെക്കാനും ദുരൂഹത സൃഷ്ടിക്കാനും വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ആ തീ കത്തല്. അതുകൊണ്ട് പ്രതി ഇയാൾ തന്നെയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇയാളിലേക്ക് പോലീസ് എത്തും, ഉടൻ തന്നെ കുറ്റസമ്മതം നടത്തുമെന്ന് ഞാൻ കരുതുന്നു.